Next, let's see what are the different properties of concrete. Concrete has altogether different properties when it is in plastic stage and when it is hardened. Concrete mix കഴിഞ്ഞുള്ള വെറ്റ് മിക്സ് ആയിട്ടിരിക്കുന്ന സ്റ്റേജ് അതാണ് അതിന്റെ പ്ലാസ്റ്റിക് സ്റ്റേജ് നോൺ ആസ് ഗ്രീൻ കോൺക്രീറ്റ്. സോ ഗ്രീൻ കോൺക്രീറ്റിലും അതിന് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആണ്. കോൺക്രീറ്റ് ഹാർഡൻ ചെയ്ത് കഴിയുമ്പോഴും അതിന് വേറെ പ്രോപ്പർട്ടീസ് ആണ്. സോ നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രീൻ കോൺക്രീറ്റ്. Properties of green concrete, അതായത് പ്ലാസ്റ്റിക് സ്റ്റേജിലുള്ള കോൺക്രീറ്റ്. ഫസ്റ്റ് is workability. Workability എന്ന് വെച്ചാൽ workability of concrete is that property of concrete which determines the amount of internal work necessary to produce full compaction. Property of concrete which determines is the property which determines the amount of internal work necessary to produce full compaction. കോൺക്രീറ്റ് മിക്സിന് ഫുൾ കോമ്പാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം ഇന്റേണൽ വർക്ക് വേണോ അത് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് വർക്കബിലിറ്റി. Now next property is segregation. Next property is segregation. Segregation is defined as separation of coarser particles from concrete mix. Segregation എന്ന് പറഞ്ഞാൽ it is the separation of coarser particles from concrete മിക്സിൽ നിന്നും കോഴ്സർ പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് സെഗ്രിഗേഷൻ എന്ന് വിളിക്കുന്നത്. സോ സെഗ്രിഗേഷൻ മേ ബി ഡ്യൂ ടു ലാക്ക് ഓഫ് സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് ഫൈനർ പാർട്ടിക്കിൾസ് ആൻഡ് ഡ്രോപ്പിംഗ് ഓർ പോറിംഗ് ഓഫ് കോൺക്രീറ്റ് ഫ്രം ഹയർ ഹൈറ്റ്. സോ സെഗ്രിഗേഷൻ ഉണ്ടാകാനുള്ള കാരണം എന്താ? ഫൈനർ പാർട്ടിക്കിൾസിന്റെ കുറവ് കൊണ്ടാവാം, അല്ലെങ്കിൽ ഇഫ് വി ഡ്രോപ്പ് ഓർ പോർ കോൺക്രീറ്റ് ഫ്രം ഗ്രേറ്റർ ഹൈറ്റ്. അതുണ്ടാവാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? lack of finer particles അല്ലെങ്കിൽ dropping of concrete from greater height. നമ്മൾ കോൺക്രീറ്റിനെ കൂടുതൽ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുകയോ ചെയ്താലോ അല്ലെങ്കിൽ കോൺക്രീറ്റിൽ ഫൈനർ പാർട്ടിക്കിൾസിന്റെ കുറവുണ്ടെങ്കിലോ സെഗ്രിഗേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. The ultimate effect of segregation is reduced strength of hardened mass. Segregation ഉണ്ടെങ്കിൽ എന്താണ്? Reduces strength of hardened mass. സെഗ്രിഗേഷൻ സംഭവിക്കുകയാണെങ്കിൽ കോൺക്രീറ്റ് ഹാർഡായി കഴിഞ്ഞതിന് ശേഷം അതിന് സ്ട്രെങ്ത് കുറവായിരിക്കും. സോ വി ക്യാൻ മിനിമൈസ് segregation by restricting the amount of water, careful handling, transporting and placing and compacting, and restricting the height of pore. So segregation minimize ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? Restrict the quantity of water, then careful handling, transportation, placing and compaction. Careful handling, transportation
placing and compaction. Or by reducing the height of pour. Reduce the height of pour. So thus we can minimize segregation. Segregation എങ്ങനെ മിനിമൈസ് ചെയ്യാം? ഒന്നെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്യുന്ന വാട്ടറിന്റെ എമൗണ്ട് റെസ്ട്രിക്ട് ചെയ്യണം, അല്ലെങ്കിൽ കോൺക്രീറ്റിനെ വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുകയും ട്രാൻസ്പോർട്ട് ചെയ്യുകയും പ്ലേസ് ചെയ്യുകയും കോമ്പാക്ട് ചെയ്യുകയും ചെയ്യണം. ഓർ യു ക്യാൻ റെഡ്യൂസ് ദ ഹൈറ്റ് ഓഫ് പോർ. കോൺക്രീറ്റ് പോർ ചെയ്യുന്ന ഹൈറ്റ് നിന്ന് റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെഗ്രിഗേഷൻ ഒരളവ് വരെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. Next is bleeding. Next is bleeding. ഈ bleeding എന്ന് പറയുന്നത് ഗ്രീൻ കോൺക്രീറ്റിന്റെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ്. Bleeding is the process of rise of water along with cement particles to the surface of freshly laid concrete. Rise of water along with cement particles. Water and cement particles to the surface when freshly laid. അതായത് കോൺക്രീറ്റ് ലേ ചെയ്ത് തുടങ്ങി, അതായത് ഫ്രഷ്ലി ലേഡ് കോൺക്രീറ്റിന്റെ സർഫസിലോട്ട് വാട്ടറും സിമെന്റ് പാർട്ടിക്കിൾസും റൈസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ബ്ലീഡിംഗ് എന്ന് വിളിക്കുന്നത്. ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള കാരണം എക്സസീവ് കോമ്പാക്ഷൻ അല്ലെങ്കിൽ എക്സസീവ് എമൗണ്ട് ഓഫ് വാട്ടർ മിക്സിൽ ആഡ് ചെയ്യുമ്പോഴാണ് ബ്ലീഡിംഗ് ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു എക്സസ് വാട്ടർ ഓർ എക്സസീവ് കോമ്പാക്ഷൻ ഓർ എക്സസീവ്, കൂടുതലായിട്ട് കോൺക്രീറ്റിനെ കോമ്പാക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കൂടുതലായി വാട്ടർ അതിൽ ആഡ് ചെയ്യുമ്പോഴോ ആണ് ബ്ലീഡിംഗ് ഉണ്ടാകുന്നത്. ബ്ലീഡിംഗ് കാരണം എന്തൊക്കെ സംഭവിക്കും? ബ്ലീഡിംഗ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് പോർസ് ഓൺ ദ സർഫസ് ആൻഡ് മേക്സ് ദ കോൺക്രീറ്റ് വീക്ക്. ബ്ലീഡിംഗ് ലീഡ്സ് ടു pore formation on the surface. അത് കാരണം എന്ത് പറ്റും? വീക്കൻസ് കോൺക്രീറ്റ്. ബ്ലീഡിംഗ് സംഭവിക്കുമ്പോൾ കോൺക്രീറ്റിന്റെ സർഫസിൽ പോർസ് ഉണ്ടാവും. പോർസ് ഉണ്ടാവുന്നത് കാരണം എന്താണ്? കോൺക്രീറ്റ് വീക്ക് ആവും. സോ ഇതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നോക്കാം. So how can we control bleeding? Bleeding can be controlled by proper mix design and using less water cement ratio, adding more finely ground cement and increasing the quantity of fine aggregates. എങ്ങനെയൊക്കെ നമുക്ക് ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാം? ഫസ്റ്റ് മെത്തേഡ് ഇസ് ബൈ പ്രോപ്പർ മിക്സ് ഡിസൈൻ. നല്ല ഒരു മിക്സ് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക്, അതെ മിക്സ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനകത്തുള്ള ഓരോ കമ്പോണൻസിന്റെയും പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രൊസീജിയറാണ് മിക്സ് ഡിസൈൻ. അപ്പോൾ മിക്സ് ഡിസൈൻ പ്രോപ്പർ ആണെങ്കിൽ ബ്ലീഡിംഗ് തടയാൻ പറ്റും. ഓർ വി ക്യാൻ യൂസ് ലെസ് വാട്ടർ സിമെന്റ് റേഷ്യോ. ലെസ് വാട്ടർ സിമെന്റ് റേഷ്യോ. വാട്ടർ ഇസ് ടു സിമെന്റ് അതിന്റെ പ്രൊപ്പോർഷന്റെ റേഷ്യോ പറയുന്നതാണ് വാട്ടർ സിമെന്റ് റേഷ്യോ. വാട്ടർ സിമെന്റ് റേഷ്യോ കുറയുമ്പോൾ വാട്ടറിന്റെ എമൗണ്ട് കുറയും. വാട്ടറിന്റെ എമൗണ്ട് കുറച്ചാൽ നമുക്ക് ബ്ലീഡിംഗ് കുറയ്ക്കാം. വേറൊരു മെത്തേഡ് എന്താണ്? ആഡിങ് മോർ ഫൈൻലി ഗ്രൗണ്ട് സിമെന്റ്. കൂടുതലായിട്ട് ഗ്രൗണ്ട് ചെയ്ത് ഫൈൻ ആയിട്ട് ഗ്രൗണ്ട് ചെയ്ത സിമെന്റ്, കൂടുതൽ ഫൈൻലി ഗ്രൗണ്ട് സിമെന്റ് ആഡ് ചെയ്യുവാണെങ്കിൽ ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യാം. ഓർ എൽസ് വി ഹാവ് ടു ഇൻക്രീസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്സ്. ഇൻക്രീസ് ദ quantity of fine aggregate. So ഇത്രയും ഈ നാല് മെത്തേഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റും. So workability, segregation and bleeding are the various properties of green concrete.
Next is properties of hardened concrete. Concrete hard ആയി കഴിയുമ്പോഴുള്ള properties. First one is strength. Strength of concrete depends upon the grades of concrete, water cement ratio, method of compaction and time period elapsed. So strength depends on the grade, water cement ratio, method of compaction and time period elapsed. So കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്യും? അതിന്റെ ഗ്രേഡ്, എന്ത് ഗ്രേഡ് കോൺക്രീറ്റ് ആണോ അതനുസരിച്ച് സ്ട്രെങ്ത് മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ കോൺക്രീറ്റില് കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വാട്ടർ സിമെന്റ് റേഷ്യോ, വാട്ടർ സിമെന്റ് റേഷ്യോ മാറുന്നതനുസരിച്ച് സ്ട്രെങ്ത് മാറും. പിന്നെ കോൺക്രീറ്റിനെ കോമ്പാക്ട് ചെയ്യുന്ന മെത്തേഡുകൾ, പല മെത്തേഡിൽ കോമ്പാക്ട് ചെയ്യാം. സോ ഓരോ മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴും ഓരോ സ്ട്രെങ്ത് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ കോൺക്രീറ്റ് മിക്സ് ചെയ്തതിന് ശേഷം എത്ര സമയമായി എന്നുള്ളതനുസരിച്ച് അതിന്റെ സ്ട്രെങ്ത് മാറും. The strength of concrete goes on increasing even after 28 days of casting at a slower rate. കാസ്റ്റ് ചെയ്ത് 28 ഡേയ്സിൽ എടുക്കുന്ന കംപ്രസീവ് സ്ട്രെങ്തിനെയാണ് നമ്മൾ സ്ട്രെങ്ത് ആയിട്ട് സാധാരണ പറയുന്നത്. ഗ്രേഡിൽ പറയുന്ന നമ്പർ എന്ന് പറയുന്നത് M15, M20 എന്ന് പറയുന്ന ആ നമ്പർ അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആഫ്റ്റർ 28 ഡേയ്സ് ഓഫ് കാസ്റ്റിംഗ്. പക്ഷേ ഈ അതാണ് അതിന്റെ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 90% ഓഫ് സ്ട്രെങ്ത് ആയിരിക്കും. പക്ഷേ എന്നാൽ തന്നെയും 28 ഡേയ്സ് കഴിഞ്ഞാലും സ്ലോവർ റേറ്റിൽ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. Increases slowly even after 28 days of casting. കാസ്റ്റ് ചെയ്ത് 28 ഡേയ്സ് കഴിഞ്ഞാലും 20 ഡേയ്സ് കൊണ്ട് ഏകദേശം 90% സ്ട്രെങ്ത് ഗെയിൻ ചെയ്യും. അതിനെയാണ് നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് വിളിക്കുന്നത്. എന്നാൽ തന്നെയും 28 ഡേയ്സ് കഴിഞ്ഞാലും ചെറിയ റേറ്റിൽ, സ്ലോ റേറ്റിൽ അതിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. നെക്സ്റ്റ് ഈസ് ഷ്രിങ്കേജ്. Concrete shrinks with age. കോൺക്രീറ്റിന്റെ ഏജ് കൂടുന്നതനുസരിച്ച് കോൺക്രീറ്റ് ഷ്രിങ്ക് ചെയ്യും. And shrinkage depends on constituent size of the member and environmental conditions. It depends on concrete. Shrinkage എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? കോൺക്രീറ്റിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഏത് മെമ്പറാണോ, ഏത് മെമ്പറിലാണോ നമ്മൾ കോൺക്രീറ്റ് യൂസ് ചെയ്ത മെമ്പറിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ഓൾസോ എൻവയറൺമെന്റൽ കണ്ടീഷൻസ്, അതിന്റെ എൻവയറൺമെന്റൽ കണ്ടീഷൻസിനെയും ഷ്രിങ്കേജ് ഡിപ്പെൻഡ് ചെയ്യും. അതായത് കോൺക്രീറ്റ് ഹാർഡൻ ചെയ്തതിന് ശേഷം നമ്മൾ കാലാകാലങ്ങളെ നോക്കുകയാണെങ്കിൽ കോൺക്രീറ്റ് ഷ്രിങ്ക് ചെയ്യും. സോ കോൺക്രീറ്റ് ഷ്രിങ്സ് വിത്ത് ഏജ്. സമയം മുന്നോട്ട് പോകുന്നതോറും കോൺക്രീറ്റ് ഷ്രിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ shrinkage depends on the constituents of concrete, size of the member and environmental conditions. Next is creep. Permanent dimensional change that takes place due to loading is termed as creep. Creep എന്ന് പറഞ്ഞാൽ permanent change in dimension. Permanent change in dimension due to loading. Loading കാരണം ഉണ്ടാകുന്ന permanent change in dimension, അതാണ് creep. Creep depends on constituent size of member, environmental conditions, stress, age of concrete at loading and duration of loading. So creep depends on same factors plus കുറച്ച് രണ്ട് അധികം factors ഉണ്ട്. Depends on
age of concrete at loading, then constituents അതിനകത്തുള്ള ingredients constituents, പിന്നെ stress in concrete, creep depends on age of concrete at loading. കോൺക്രീറ്റിനെ ലോഡ് ചെയ്യുന്ന സമയത്തുള്ള അതിന്റെ ഏജ്, അതിനകത്ത് ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻസ്, അതിൽ വരുന്ന കോൺക്രീറ്റിൽ വരുന്ന സ്ട്രെസ്, പിന്നെ ഡ്യൂറേഷൻ ഓഫ് ലോഡിംഗ്, എത്ര നേരം ലോഡ് കൊടുക്കുന്നു, ഡ്യൂറേഷൻ ഓഫ് ലോഡിംഗ്, പിന്നെ സൈസ് ഓഫ് മെമ്പർ, and environmental conditions. So creep depend ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഏജ് ഓഫ് കോൺക്രീറ്റ് അറ്റ് ലോഡിംഗ്, ലോഡ് ചെയ്യുന്ന സമയത്തുള്ള കോൺക്രീറ്റിന്റെ ഏജ്, പിന്നെ ലോഡ് ചെയ്യുന്ന ഡ്യൂറേഷൻ, എത്ര നേരമാണോ ലോഡ് അപ്ലൈ ചെയ്യുന്നത്, കോൺക്രീറ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്, പിന്നെ കോൺക്രീറ്റിൽ ഉണ്ടാവുന്ന സ്ട്രെസ്, പിന്നെ മെമ്പറിന്റെ സൈസ് ആൻഡ് എൻവയറൺമെന്റൽ conditions. Next is thermal expansion. Next property is thermal expansion. Coefficient of thermal expansion depends on coefficient of thermal expansion depends on thermal expansion ന്റെ coefficient എന്തിനൊക്കെ ഡിപെൻഡ് ചെയ്യുന്നു നോക്കാം. സിമന്റ്, നേച്ചർ ഓഫ് ആഗ്രിഗേറ്റ്, സിമെന്റിനെ ഡിപെൻഡ് ചെയ്യും, അതിൽ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ്സിന്റെ നേച്ചറിനെ ഡിപെൻഡ് ചെയ്യും, നേച്ചർ ഓഫ് ആഗ്രിഗേറ്റ്സ്, then humidity and size of sections, relative humidity and size of section. കോൺക്രീറ്റ് സെക്ഷന്റെ സൈസിനെ ഡിപെൻഡ് ചെയ്യും, അതിൽ യൂസ് ചെയ്യുന്ന സിമെന്റിനെ ഡിപെൻഡ് ചെയ്യും, അതിനകത്ത് യൂസ് ചെയ്ത അഗ്രിഗേറ്റ്സിന്റെ നേച്ചറിനെ ഡിപെൻഡ് ചെയ്യും, പിന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഡിപെൻഡ് ചെയ്യും. So the last property of hardened concrete is imperviousness. Imperviousness എന്ന് പറഞ്ഞാൽ it is the resistance of concrete to flow of water through pores. Resistance of concrete to flow of water through കോൺക്രീറ്റിലെ ഫ്ലോ പോർസിൽ, കോൺക്രീറ്റിലുള്ള ഹോൾസ് ഓർ പോർസ്, അതിലൂടെയുള്ള വാട്ടർ ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇംപെർവിയസ്നെസ് എന്ന് പറയുന്നത്. സോ ഇംപെർവിയസ്നെസ് ഇസ് ഡിഫൈൻഡ് ആസ് ദ resistance of the concrete to the flow of water through pores. So when excess water in concrete evaporates, it leaves voids inside concrete. So concrete ലുള്ള excess water evaporate ചെയ്യുമ്പോൾ, evaporation of excess water evaporate ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? Voids are formed inside concrete. കോൺക്രീറ്റിലുള്ള എക്സസ് വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് കോൺക്രീറ്റിന്റെ അകത്ത് എന്തുണ്ടാവുന്നത്? വോയിഡ്സ് ഉണ്ടാവുന്നത്. സോ കോൺക്രീറ്റ് മേ ബി മെയ്ഡ് ഇംപെർമിയബിൾ ബൈ യൂസിങ് ലോ വാട്ടർ സിമെന്റ് റേഷ്യോ. ലോ വാട്ടർ സിമെന്റ് റേഷ്യോ, പിന്നെ പ്രോപ്പർ കോമ്പാക്ടിങ്
proper compaction. Water cement ratio കുറയ്ക്കുകയും proper ആയിട്ട് compact ചെയ്യുകയും then use of dense and well graded aggregates, use of dense and well graded aggregates, പിന്നെ continuous curing at low temperature, continuous curing at low temperature. സോ ഈ 4 മെത്തേഡ്സ് നമ്മൾ ഏതെങ്കിലും യൂസ് ചെയ്യുവാണെങ്കിൽ, ഈ 4 എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്ക് കോൺക്രീറ്റിനെ ഇംപെർമിയബിൾ ആയിട്ട് ആക്കിയെടുക്കാം. സോ ഈ 4 ഏതെങ്കിലും സ്റ്റെപ്പ് അഡോപ്റ്റ് ചെയ്യുവാണെങ്കിൽ കോൺക്രീറ്റിനെ ഇംപെർമിയബിൾ ആക്കി എടുക്കാം. ഇങ്ങനെ എക്സസ് വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് പോർസ് ഉണ്ടാകുന്നത്. സോ വാട്ടർ സിമെന്റ് റേഷ്യോ കുറയ്ക്കുമ്പോൾ എമൗണ്ട് ഓഫ് വാട്ടർ കുറയും. സോ അവിടെ എക്സസ് വാട്ടർ ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് അത് ഇവാപറേറ്റ് ചെയ്ത് പോകുന്നില്ല. പിന്നെ കോൺക്രീറ്റിനെ പ്രോപ്പർ ആയിട്ട് കോമ്പാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇംപെർമിയബിൾ ആക്കി എടുക്കാൻ പറ്റും. ദെൻ ഇഫ് യു യൂസ് ഡെൻസ് ആൻഡ് വെൽ ഗ്രേഡഡ് ആഗ്രിഗേറ്റ്സ്, ഡെൻസും വെൽ ഗ്രേഡഡ് ആഗ്രിഗേറ്റ്സും യൂസ് ചെയ്യുകയാണെങ്കിൽ കോൺക്രീറ്റിനെ ഇംപെർമിയബിൾ ആക്കി എടുക്കാം. അതോടൊപ്പം തന്നെ കോൺക്രീറ്റിനെ ലോ ടെമ്പറേച്ചറിൽ ക്യൂർ ചെയ്യുവാണെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ലോ ടെമ്പറേച്ചറിൽ ക്യൂർ ചെയ്യുവാണെങ്കിലും എന്താണ് കോൺക്രീറ്റിനെ ഇംപെർവിയസ് ആക്കി എടുക്കാം. സോ വാട്ട് ആർ ദ വേരിയസ് പ്രോപ്പർട്ടീസ് ഓഫ് ഹാർഡ് ആൻഡ് കോൺക്രീറ്റ്? 5 എണ്ണം ഉണ്ട്. ഫസ്റ്റ് വൺ സ്ട്രെങ്ത്, നെക്സ്റ്റ് shrinkage, then creep, then thermal expansion, and the last one imperviousness.